നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. വാർഷികത്തിലെ വയ്യാവേലി. തീരാത്ത വിവാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കുമിടെ ഇടതു സർക്കാരിന്റെ 1ാം വാർഷിക ദിനം. സർക്കാർ പരാജയമെന്ന ആക്ഷേപവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉപരോധം നടത്തിയ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ കയ്യേറ്റം. തലസ്ഥാനത്ത് സംഘർഷം. വിഴുപ്പലക്കി വിനയായി. കൃഷിവകുപ്പിൽ IAS വിഴുപ്പലക്കൽ തുടരുന്നതിനിടെ രാജു നാരായണസ്വാമിയെയും ബിജു പ്രഭാകരനെയും മാറ്റി സർക്കാരിന്റെ അഴിച്ചുപണി. സ്വാമിക്ക് പകരം ടിക്കാറാം മീണ പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി. കൃഷിവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് ബിജു പ്രഭാകറിന് പകരം പുതിയ നിയമനം ഉടനുണ്ടാകും. കൃഷിവകുപ്പിലെ ശീതസമരം ആരംഭിച്ചത് ഡയറക്ടർ ബിജു പ്രഭാകരന്റെ IAS വ്യാജമെന്ന രാജു നാരായണസ്വാമിയുടെ ആരോപണത്തോടെ. അതേസമയം തന്നെ മനഃപൂർവ്വം വിജിലൻസ് കേസിൽ കൊടുക്കാനാണ് മേലധികാരിയുടെ ശ്രമമെന്ന ബിജു പ്രഭാകരന്റെ പരാതി. സ്വാമിയുമായുള്ള പോര് മൂർച്ഛിക്കവേ ബിജു പ്രഭാകർ ദീർഘാവധിക്ക് അപേക്ഷിച്ചത് കഴിഞ്ഞ ദിവസം. ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇരുവരെയും നീക്കിയുള്ള സർക്കാർ നടപടി. കനക നികുതി പിൻവലിച്ചു. സ്വർണത്തിന് ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി പിൻവലിച്ച് സർക്കാർ തീരുമാനം. നടപടി ധനമന്ത്രിയായിരിക്കെ സ്വർണത്തിന് ഏർപ്പെടുത്തിയ 5% വാങ്ങൽ നികുതി അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് KM മാണി തന്നെ നിയമസഭയിൽ സമ്മതിച്ച സാഹചര്യത്തിൽ പരിഹാരമാകുന്നത് സ്വർണ്ണ വ്യാപാരികളുടെ ദീർഘകാല ആവശ്യത്തിന്. അതേസമയം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച നികുതി പിരിക്കാത്തത് സർക്കാരിന് 2000 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് CAG റിപ്പോർട്ട്. നികുതി പിരിക്കുന്ന സാഹചര്യമുണ്ടായതോടെ വ്യാപാരികൾ സമരരംഗത്തിറങ്ങുകയായിരുന്നു. മൊബൈൽ ഫോൺ ചാർജുകൾക്ക് 14.5% നികുതി പിരിക്കാനുള്ള തീരുമാനവും സർക്കാർ വേണ്ടെന്ന് വെച്ചു. പ്രകോപനവും ജാഗ്രതയും. കശ്മീർ മിന്നലാക്രമണത്തിനു പിന്നാലെ പാക് സൈന്യത്തിന്റെ പ്രകോപനം തുടരവെ തിരിച്ചടിക്ക് പൂർണ്ണസജ്ജമായി ഇന്ത്യൻ സൈന്യം. ഇന്ത്യയുടെ ജാഗ്രത പാക് യുദ്ധവിമാനങ്ങൾ സിയാച്ചിൻ മലനിരകൾക്കു മീതെ പറന്നതായി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ. എന്നാൽ പാക് വിമാനങ്ങൾ വ്യോമാതിർത്തി കടന്നിട്ടില്ലെന്ന വിശദീകരണവുമായി സൈനിക വൃത്തങ്ങൾ. വ്യോമാഭ്യാസത്തിന്റെ ഭാഗമായി പറന്ന യുദ്ധവിമാനത്തിൽ സേനാ മേധാവി എയർ ചീഫ് മാർഷൽ സുഹൈൽ അമാൻ സിയാച്ചിനു മീതെ സഞ്ചരിച്ചതായി പാക് മാധ്യമങ്ങൾ. മിറാഷ് വിമാനങ്ങൾ പുറപ്പെട്ടത് യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുള്ള സ്കർദുവിലെ ഖത്രി വ്യോമസേന താവളത്തിൽ നിന്ന്. അതിനിടെ നൌഷേറ സെക്ടറിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട പാക് സേന. നേരത്തെ ഇന്ത്യ നടത്തിയ 2ാം മിന്നലാക്രമണത്തിനുള്ള തിരിച്ചടിയെന്നും വിശദീകരണം. അതിർത്തി മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യയുടെ മുന്നൊരുക്കം. ഭീതിയുടെ നിഴൽ മാറാതെ. 23 പേരുടെ മരണത്തിനിടയാക്കിയ മാഞ്ചസ്റ്റർ സ്ഫോടനത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇതുവരെ 7 പ്രതികൾ അറസ്റ്റിലായ സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത ബ്രിട്ടനിൽ അതീവ ജാഗ്രത. പാർലമെന്റും രാജ്ഞിയുടെ ഔദ്യോഗിക വസതിയും പട്ടാളക്കാവലിൽ. രാജ്യത്ത് ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് പ്രധാനമന്ത്രി തെരേസ മേ. ഇനിയൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാൻ സൈന്യത്തിന് കർശന നിർദ്ദേശം. മാഞ്ചസ്റ്ററിൽ സംഗീത പരിപാടിക്കിടെ IS ആക്രമണം ഉണ്ടായത് 2 ദിവസം മുൻപ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.